കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം. എന്നെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്, അല്ലെങ്കിൽ തിരുവനന്തപുരം ഏരിയയിൽ നിന്ന് ഒരാൾ വിളിച്ച് 1-2 പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ നല്ല ഇഷ്ടത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് സാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ 42 വയസ്സായി. പക്ഷേ കാമവിചാര വികാരങ്ങൾ ഒന്നും ഞങ്ങൾക്കില്ല. ആദ്യം വിവാഹം കഴിച്ച സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ബന്ധാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള അവസ്ഥാന്തരത്തിൽ അതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു മനോവ്യാധി എനിക്കുണ്ട്. അതുകൊണ്ട് എന്താണ് ജ്യോതിഷ സംബന്ധമായിട്ട് അതിൽ പറയുക? ജ്യോതിഷ സംബന്ധമായിട്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് ലക്ഷണശാസ്ത്രങ്ങളെ മറ്റു കാര്യങ്ങളെ ഇതിനകത്തൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. ജാതകം എഴുതുമ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ്. ശുക്രനെ കൊണ്ട് ചിന്തിക്കാമോ? ചില നക്ഷത്രങ്ങൾ, ആയില്യം, കേട്ട, രേവതി, അത് ജാതകത്തിൽ തന്നെ നമ്മൾ എഴുതി വെക്കാം, അമൃതകാമിയാണ് എന്നൊക്കെ. അതുപോലെ രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർ, മകീരം, ചിത്ര, ഔട്ടം നക്ഷത്രക്കാർ, ഭരണിപൂര, പൂരാട നക്ഷത്രക്കാർ, കാർത്തിക, ഉത്രാട നക്ഷത്രക്കാർ, പുണർവിശാഖ, പൂരൂരുട്ടതിക്കാർ, അശ്വതിമുഖം, മൂലം നക്ഷത്രക്കാർ, ഇവർക്കൊക്കെ ഇതിൻ്റെ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടുതലായിരിക്കും. ആഗ്രഹമായിട്ടുള്ള വിഷയങ്ങളിൽ എല്ലാ കാര്യങ്ങളും, ഒരു ഭക്ഷണത്തോടാണെങ്കിലും ആഗ്രഹം കൂടുതലായിരിക്കും. ഒരു പുരുഷൻ സ്ത്രീയിലാണെങ്കിലും ആഗ്രഹം കൂടുതലായിരിക്കും. പക്ഷേ അത് അന്നേരത്തെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരാസക്തി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ശുക്രനൊക്കെ ഉച്ചസ്ഥിതനായിട്ട് ഇന്ന് മീനൻ രാശി ഉച്ചസ്ഥിതനായിട്ട് കേതുവോ രാഹുവോ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷമാണ് 2 വിവാഹമോ 2 വിവാഹേതര ബന്ധങ്ങളോ പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഈ ജാതകത്തിൽ നമ്മൾ എഴുതി വയ്ക്കുക. ഈ നാളുകാർക്ക് മാത്രമല്ല ഇങ്ങനെയുള്ളത്, പൊതുവായിട്ട് പറയുന്നതാണ്. ഇപ്പം മകരക്കൂറുകാർ, കുംഭക്കൂറുകാർക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുള്ളതാണ്. മിഥുനക്കൂറുകാർക്ക് അല്ലേ, ഇടവക്കൂറുകാർക്ക്, തുലാക്കൂറുകാർക്ക് പ്രത്യേകിച്ച് പറയണ്ട, ശുക്രൻ്റെ ക്ഷേത്രം തന്നെയാണ്. ധനുക്കൂറുകാർക്ക്, മീനക്കൂറുകാർക്ക്, ഇതിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്തൊക്കെ മോശമായിട്ടുള്ള അവസ്ഥാന്തരമുണ്ട്. ഇപ്പോൾ ഈ വിളിച്ച ആളിന് അങ്ങനെയുള്ളൊരു മോശമായിട്ടൊരു അവസ്ഥയായതുകൊണ്ടായിരിക്കാം, ആ ഗ്രഹനിലയിൽ മോശമായിട്ടുള്ളൊരവസ്ഥ 2 കൂട്ടരുടെ ഉണ്ടായിട്ടായിരിക്കാം ഇവർ തമ്മിലുള്ള ബന്ധങ്ങളോ നിത്യമായിട്ടുള്ള ബന്ധങ്ങളോ പിന്നെ മറ്റു കാര്യങ്ങളോ ഒന്നും കിടക്കപ്പാവിൽ പോലും അടിയുണ്ടാക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥാന്തരമൊക്കെ കാണുന്നതെന്ന് വേണം പറയാൻ. അതിനൊക്കെ ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള പൂജ നടത്തുക, അതുപോലെ ജലധാര നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇതിന്. അതിലുത്തമമാണ് പാലുകൊണ്ട് അഭിഷേകം നടത്തുന്നത്. ശിവലിംഗത്തിൽ പാലുകൊണ്ട് അഭിഷേകം നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നെയ്യഭിഷേകം നടത്തുന്നത് നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ശിവനെയും പാർവതിയെയും പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ ലക്ഷ്മി നാരായണന്മാരെ പ്രസാദിപ്പിക്കുക. ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധം ദൃഢമായിട്ട് ജീവിതകാലം മൊത്തം മുന്നോട്ട് പോകും. അതല്ല, പ്രത്യേകമായിട്ട് ഇതിനൊരു അവസ്ഥാന്തരമൊന്നുമില്ല. അതുതന്നെ നമ്മൾ പറയാമല്ലോ, പക്ഷി, മൃഗം, വൃക്ഷം, ഭൂതം, ഗണം, യോനി, പുരുഷയോനി, സ്ത്രീ യോനി, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സ്ത്രീക്ക് പുരുഷയോനി വന്നു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാകും, പുരുഷന് സ്ത്രീ യോനി വന്നു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. സ്ത്രീ യോനിയിലും പുരുഷയോനിയിലും പെട്ടിരിക്കുന്നതായിട്ടുള്ള ചെറിയ ചെറിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊക്കെ ഈശ്വരനെ നന്നായിട്ട് വിളിക്കുകയും പിന്നെ ഈശ്വരാധീനം തന്നെയല്ല, ഇതിനൊക്കെ വിലക്കുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കവളാചാരപ്രകാരമുള്ള വിലക്കുകൾ, അത് കവടി വെച്ച് നോക്കി വേണം നമ്മൾ കണ്ടുപിടിക്കുക. ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടു പോകാൻ പാടില്ല.
കാര്യം ഒരാളെ ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കാനെന്ന് തീരുമാനിച്ചു, എന്തെങ്കിലും ഒരു ചെറിയ തടസ്സങ്ങൾ വന്നിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ മറ്റൊരാൾക്ക് വൈരാഗ്യം തോന്നുന്നത് ഇവർ തമ്മിൽ ഒരിക്കലും ഈ ഒരു രീതിയിൽ ബന്ധാവസ്ഥയിൽ മുന്നോട്ട് ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള ജീവിതം കഴിക്കരുതെന്ന് പറഞ്ഞാൽ വിലക്കിടും. വിലക്കിട്ട് കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾ ചെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് മാറില്ല. അവർ തമ്മിൽ ഒന്നിച്ച് ഒരു കട്ടിൽ കിടന്നെന്ന് പറഞ്ഞാലും അവരുടെ ബന്ധങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ ഒരു പരിസമാപ്തി ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കുറവായിരിക്കും ആ വിലക്ക് വരുമ്പോൾ. അപ്പോൾ ആ വിലക്കിനുള്ള പരിഹാരങ്ങളും മാർഗങ്ങളും ഒക്കെ ചെയ്ത് വിലക്ക് മാറ്റിക്കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഉണ്ട്. അത് വശ്യമുണ്ടേ തിരിച്ചുള്ള അവസ്ഥ കാണത്തില്ലേ? സ്ത്രീ വശ്യവും പുരുഷ വശ്യവും ഉണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കാണത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ വശ്യത്തിന് പരിഹാരം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യത്തിനും പരിഹാരം ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അപ്പം അതിന് ക്ഷേത്ര ദർശനം, അതുപോലെ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള പൂജകൾ, ലക്ഷ്മീനാരായണ പൂജകൾ, ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. Please subscribe our channel.